സോ ഇപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എസ് ആട്രിബ്യൂട്ടഡ് ഡെഫിനിഷൻസിൻ്റെ ഇവാലുവേഷനെ കുറിച്ചാണ് പഠിച്ചത്. നമ്മൾ സ്റ്റാക്കിലേക്ക് ഇൻപുട്ടിനെ പുഷ് ചെയ്തിട്ട് ഹാൻഡിൽസ് ഐഡന്റിഫൈ ചെയ്ത് അതിൽ നിന്ന് പോകുന്നതും അങ്ങനെ ഫുള്ളി ഇവാലുവേറ്റ് ചെയ്യുന്നത് സിൻടാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷൻ യൂസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അടുത്ത് ഇന്ന് പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ആട്രിബ്യൂട്ടഡ് ഡെഫിനിഷൻസും അതിൻ്റെ ഇവാലുവേഷനുമാണ്. മുമ്പ് പഠിച്ചത് എസ് ആട്രിബ്യൂട്ടഡ് ഡെഫിനിഷൻസ് ആയിരുന്നു. അടുത്തതായിട്ട് എൽ ആട്രിബ്യൂട്ടഡ് ഡെഫിനിഷൻസ്. ഒരു സിൻടാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷൻ എൽ ആട്രിബ്യൂട്ടഡ് ആകണമെങ്കിൽ അതിനകത്ത് രണ്ട് കണ്ടീഷൻ ഹോൾഡ് ചെയ്യണം. ഓക്കെ, ആ കണ്ടീഷൻ എന്ന് പറയുന്നത് ഫോർ ഈച്ച് ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട്. നമുക്കറിയാം രണ്ട് ടൈപ്പ് ആട്രിബ്യൂട്ട് ഉണ്ടെന്ന് അറിയാം. അതിൽ ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കണ്ടീഷൻസ് ഹോൾഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സിൻടാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷനെയാണ് നമ്മൾ എൽ ആട്രിബ്യൂട്ടഡ് ഡെഫിനിഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു സിൻടാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷനിൽ ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്, എക്സ് ജെ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട്. ഫോർ ഈച്ച് ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട് എക്സ് ജെ വെയർ ജെ വേരീസ് ഫ്രം 1 less than or equal to j less than or equal to n. Okay, on the right hand side of a giving x1 x2 etc up to xn. Okay, depends on only ഒന്നാമത് the attributes of the symbols x1 x2 etc xj minus 1 to the left of xj in the production, and second condition is the inherited attributes of A. Okay, സോ അപ്പം നമ്മൾ ഏതൊരു സിൻടാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷൻ എടുത്താലും അത് എൽ ആട്രിബ്യൂട്ടഡ് ഡെഫിനിഷൻ ആകണമെങ്കിൽ നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. എ ഗിവിങ് x1 x2 എക്സെട്ര xn ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പോൾ റൈറ്റ് സൈഡിൽ നമുക്ക് നോൺ ടെർമിനൽസ് വന്നിരിക്കുന്നതാണ് x1 x2 എക്സെട്ര അപ് ടു xn എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു വേരിയബിൾ, അതാണ് എക്സ് ജെ, ആ എക്സ് ജെയുടെ ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട്. ഓക്കെ, എക്സ് ജെയുടെ ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ? അതിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഏതെങ്കിലും സിമ്പലിന്റെ ആട്രിബ്യൂട്ടിനെ. അതായത് എക്സ് ജെ എന്ന് പറയുമ്പോൾ എക്സ് ജെ മൈനസ് 1 വരെയുള്ള ഏതെങ്കിലും ഒരു സിമ്പലിന്റെ ആട്രിബ്യൂട്ടിനെ മാത്രമേ അത് ഡിപ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ എക്സ് ജെയുടെ ലെഫ്റ്റ് സൈഡിലുള്ള ആട്രിബ്യൂട്ട്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കണം. മാത്രമല്ല എയുടെ ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഒരു സിൻടാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷനെ എൽ ആട്രിബ്യൂട്ടഡ് ഡെഫിനിഷൻ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി വേറൊരു കേസ് എന്ന് പറയുന്നത്, അതായത് ഒരു ജനറൽ കേസ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവരി എസ് ആട്രിബ്യൂട്ടഡ് ഡെഫിനിഷൻ, നമ്മൾ നേരത്തെ പഠിച്ച എസ് ആട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള എല്ലാ ഡെഫിനിഷൻസും എന്ത് തന്നെയാണ്? ആർ എൽ ആട്രിബ്യൂട്ടഡ്. അതെല്ലാം തന്നെ എൽ ആട്രിബ്യൂട്ടഡ് ഡെഫിനിഷൻസ് ആണ്. അതെങ്ങനെയായാലും റൈറ്റ് സൈഡിൽ ഡിപ്പെൻഡ് ചെയ്താലും ലെഫ്റ്റ് സൈഡിൽ ഡിപ്പെൻഡ് ചെയ്താലും. കാരണം എന്താണെന്ന് വെച്ചാൽ എസ് ആട്രിബ്യൂട്ടഡ് ഡെഫിനിഷൻസിന്റെ കേസിൽ എന്താണ്? അതിനകത്ത് സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട്സ് മാത്രമേ വരുള്ളൂ. നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷൻ ആർക്കാണുള്ളത്? ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട്സിന്റെ കേസിലാണ് ഈ പറഞ്ഞ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പം എൽ ആട്രിബ്യൂട്ടഡ് ഡെഫിനിഷൻ ആവണമെങ്കിൽ ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട്സിന്റെ കേസിൽ ഈ പറഞ്ഞ രണ്ട് കണ്ടീഷൻസ് ഹോൾഡ് ചെയ്യണം. അതേസമയം എസ് ആട്രിബ്യൂട്ടഡ് ഡെഫിനിഷൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള എല്ലാ ഡെഫിനിഷൻസും ആ സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട്സിന് ഈ പറഞ്ഞ
കണ്ടീഷൻ ബാധകമല്ല. അങ്ങനെ വരുമ്പോൾ ആ ആട്രിബ്യൂട്ട് ആ സിൻടാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷൻസ് എല്ലാം തന്നെ എന്ത് തന്നെയാണ്, നമ്മുടെ എൽ ആട്രിബ്യൂട്ടഡ് ഡെഫിനിഷൻസ് ആണ്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എ ഗിവിംഗ് എൽ എം എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു സിമാൻറ്റിക് റൂൾ തന്നിട്ടുണ്ട്. ഈ റൂളിൽ പറയുന്നത് എൽ ഡോട്ട് ഐ, ദാറ്റ് ഈസ് inherited attribute of L depends on A dot I. Okay, then M dot I equal to M of L dot S. Then A dot S equal F of M dot S. Okay, so അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് L എന്ന് പറയുന്ന ഈ Lന്റെ ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരെയാണ്, എയുടെ ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ടിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുപോലെ എമ്മിന്റെ ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് എല്ലിന്റെ സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ടിനെയാണ്. ഓക്കെ, അതിന്റെ ലെഫ്റ്റ് സൈഡിൽ. ദെൻ എയുടെ സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് എം ഡോട്ട് എസിനെയാണ്. ഓക്കെ, അപ്പൊ ഇതെന്ന് പറയുന്നത് എയുടെ സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട് ആണ് എം ഡോട്ട് എസിനെ ഡിപ്പെൻഡ് ചെയ്ത് വന്നിരിക്കുന്നത്. അതൊരു പ്രോബ്ലം അല്ല, കാരണം നമുക്ക് ഇവിടെ ഈ കണ്ടീഷൻ പറയുന്നത് ഏതിനാണ്, ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട്സിലാണ് കണ്ടീഷൻ ഹോൾഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, എൽ ആട്രിബ്യൂട്ടഡ് ഡെഫിനിഷൻ തന്നെയാണ്. ഓക്കെ, ഇനി വേറൊരു പ്രൊഡക്ഷൻ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. എ ഗിവിംഗ് ക്യൂ ആർ, ഇതൊരു പ്രൊഡക്ഷൻ ആണ്. ഇതിന് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന സിമാൻറ്റിക് റൂൾ എന്ന് പറയുന്നത് ആർ ഡോട്ട് ഐ ഈക്വൽ ടു ആർ ഓഫ് എ ഡോട്ട് ഐ, then Q dot I equal to Q of R dot S, A dot S equal to F of Q dot S. Okay, അപ്പോൾ ഇത് നോക്കുക, ആറിന്റെ ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട്, ആറ് ഇവിടെ കിടക്കുന്നു, ആറിന്റെ ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട് ഡിപ്പെൻഡ് ചെയ്ത് വന്നേക്കുന്നത് എയുടെ ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ടിനെയാണ്. അത് ഓക്കെ, അതിന്റെ ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ വേരിയബിൾ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് ഓക്കെയാണ്. ദെൻ ക്യൂ ഡോട്ട് ഐ, ക്യൂവിന്റെ ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആരെയാണ്, ആറിന്റെ എസ് ആട്രിബ്യൂട്ടിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സോ അപ്പം ക്യൂ എന്ന് പറയുന്നത് അതിന്റെ റൈറ്റ് സൈഡിലുള്ള ആറിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, ക്യൂയുടെ ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട്. ഓക്കെ, സോ അപ്പൊ ഇവിടെ വന്നപ്പോൾ എന്തായി, നമ്മുടെ കണ്ടീഷൻ വയലേറ്റ് ആയി. അടുത്ത് പറയുന്നത് എ ഡോട്ട് സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട് ഈക്വൽ ടു ക്യൂ ഡോട്ട് എസ് എന്ന് പറയുന്നു. ഓക്കെ, അതൊരു ഇഷ്യൂ അല്ല, കാരണം എയുടെ സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ടിന്റെ കേസാണ്, അതാണ് ക്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അത് ഇഷ്യൂ ഇല്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ ക്യൂവിന്റെ ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട് അതിന്റെ റൈറ്റ് സൈഡിലുള്ള സിമ്പലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എന്തല്ല, എൽ ആട്രിബ്യൂട്ടഡ് ഡെഫിനിഷൻ അല്ല. ഓക്കെ, സോ അപ്പം ഏതൊരു സിന്തസൈസ്ഡ് ഏതൊരു സിൻടാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷൻ എടുത്താലും അത് എൽ ആട്രിബ്യൂട്ടഡ് ഡെഫിനിഷൻ ആകണമെങ്കിൽ അതിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഓരോ ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ടും അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ്, അതിൻ്റെ ഓരോ ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ടും അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള സിമ്പിൾസിൻ്റെ ആട്രിബ്യൂട്ട്സിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള എയിനെയും ഡിപ്പെൻഡ് ചെയ്യുക. ഇതിൽ ഏതെങ്കിലും ഒന്നിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്ത് വരാൻ പാടുള്ളൂ. അങ്ങനെയുള്ള ഡെഫിനിഷൻസിനെയാണ് നമ്മൾ എൽ ആട്രിബ്യൂട്ടഡ് ഡെഫിനിഷൻസ് എന്ന് പറയുന്നത്. പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, ക്ലിയർ ആവാതെ ഉണ്ടോ? ക്ലിയർ ആണ് മാം. ഓക്കെ, സോ നമ്മൾ ഇതിനു മുമ്പ് ഒരു ഡെസ്ക്ടോപ്പ് കാൽക്കുലേറ്റർ പഠിച്ചു. ആ ഡെസ്ക്ടോപ്പ് കാൽക്കുലേറ്റർ പഠിച്ചത് സിൻടാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷൻ യൂസ് ചെയ്തിട്ടായിരുന്നു പഠിച്ചത്. ഓക്കെ, അപ്പൊ ആ ഡെസ്ക്ടോപ്പ് കാൽക്കുലേറ്ററിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ ഗിവിംഗ് E1 പ്ലസ് ടി, അതുപോലെ തന്നെ ഇ ഗിവിംഗ് E1 മൈനസ് ടി, ഇ ഗിവിംഗ് ടി, ടി ഗിവിംഗ് ഇ,
ടി ഗിവിംഗ് നമ്പർ ഓർ ഡിജിറ്റ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ഗ്രാമർ ആയിരുന്നു നമുക്ക് ആ ഡെസ്ക്ടോപ്പ് കാൽക്കുലേറ്ററിന്റെ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്ത ഗ്രാമർ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ലെഫ്റ്റ് റിക്കേഴ്സീവ് ഗ്രാമർ ആണ് അല്ലെ. അതായത് പ്രൊഡ്യൂസിങ് വേരിയബിൾ തന്നെ റൈറ്റ് സൈഡിൽ വീണ്ടും സ്റ്റാർട്ടിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ ലെഫ്റ്റ് റിക്കേഴ്സീവ് ഗ്രാമർ. ഓക്കെ, ഈ ലെഫ്റ്റ് റിക്കേഴ്സീവ് ഗ്രാമർ വരുമ്പോഴത്തേനും നമ്മൾ അതിന്റെ എൽ ആട്രിബ്യൂട്ടഡ് ഡെഫിനിഷൻസ് എഴുതണമെങ്കിൽ നമ്മൾ അതിന്റെ ലെഫ്റ്റ് റിക്കേർഷൻ ഒഴിവാക്കണം. ഓക്കെ, അതിന്റെ ലെഫ്റ്റ് റിക്കേർഷൻ എലിമിനേറ്റ് ചെയ്യണം. നമ്മൾ ഓൾറെഡി ലെഫ്റ്റ് റിക്കേർഷൻ എലിമിനേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? എ ഗിവിംഗ് എ ആൽഫ ഫോം ഓർ ബീറ്റ ഫോം ഉണ്ട് എങ്കിൽ വി ക്യാൻ സേ ദാറ്റ് എ ഡാഷ് ഗിവിംഗ് ബീറ്റ എ ഡാഷ് A giving beta A dash giving alpha A dash or epsilon. ഈ ഫോർമാറ്റിലേക്ക് മാറ്റണം എന്നുള്ളതാണ് നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുള്ളത്. സോ അപ്പം ആദ്യത്തെ പ്രൊഡക്ഷൻ എടുത്തു. ആ ആദ്യത്തെ പ്രൊഡക്ഷന്റെ ലെഫ്റ്റ് റിക്കേർഷൻ നമ്മൾ ഒഴിവാക്കാൻ നോക്കുകയാണ്. അപ്പൊ ഇവിടെ ഇതെന്ന് പറയുന്നത് നമുക്ക് എ ആൽഫ ഫോം ആണ്. അതിന്റെ കൂടെ ഇ ഗിവിംഗ് ടി ഉണ്ട്. അപ്പൊ ഇത് നമുക്ക് ബീറ്റ ആയിട്ട് എടുക്കാൻ പറ്റും. സോ അപ്പൊ ഇത് എ ആണ്, ഇത് ഇത്രയും ആൽഫയാണ്, ഇത് ബീറ്റയാണ്. സോ അപ്പൊ നമുക്ക് ഇതിനെ റീപ്ലേസ് ചെയ്തിട്ട് ഇ ഗിവിംഗ് ടി എ ഡാഷ് എന്ന് വരണം. അതിന് വരാൻ എ ഡാഷിന് പകരം ഞാൻ ഇവിടെ ആർ എന്നുള്ള ഒരു സിമ്പിൾ എടുക്കുന്നു. ഓക്കെ, ടി ആർ അത് ഞാൻ അടുത്ത ലൈനിലേക്ക് എഴുതുന്നു. അത് ഇതിന്റെ സിമാൻറ്റിക് റൂൾ എഴുതാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് എഴുതുന്നതാണ്. ഇനി അടുത്തത് ആർ ഗിവിംഗ് ആൽഫ എ ഡാഷ്. ഇവിടുത്തെ ആൽഫ എന്ന് പറയുന്നത് പ്ലസ് ടി എ ഡാഷ് എന്ന് പറയുന്നത് നമ്മൾ ആറ് തന്നെയാണ് വരേണ്ടത്. അപ്പൊ അത് R1 ആയിട്ട് എടുത്തു. ഇവിടെ ലെഫ്റ്റ് സൈഡിലും ഉള്ളത് കൊണ്ടാണ് നമ്മൾ റൈറ്റ് സൈഡിൽ സിമാൻറ്റിക് റൂൾ എഴുതാനുള്ള ഇതിന് വേണ്ടിയിട്ട് സൗകര്യത്തിന് വേണ്ടിയാണ് നമ്മൾ അതിനെ വീണ്ടും നമ്പർ മാറി കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അത് കിട്ടി. ദെൻ ആർ ഗിവിംഗ് എപ്സിലോൺ വരണം. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. എപ്സിലോൺ എന്നുള്ളത് നമുക്ക് ചേർക്കാം, കാരണം ഇവിടെയും ഒരു സെയിം രീതിയിൽ ഒരെണ്ണം വരുന്നുണ്ട് അല്ലെ. ഇ ഗിവിംഗ് ഇ ഡാഷ് E1 മൈനസ് ടി. ഇതിന്റെ ലെഫ്റ്റ് റിക്കേർഷൻ ഒഴിവാക്കുകയാണ്. നമുക്ക് സെയിം വേരിയബിൾസ് തന്നെ യൂസ് ചെയ്യാം. അപ്പൊ ഇവിടെ എന്തായി മാറും? ഇ ഗിവിംഗ് ടി ആർ തന്നെ വരും. ടി ആർ ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് അവിടെ നിർത്തിക്കൊണ്ട് അടുത്ത പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് മൈനസ് ടി R1, then again R giving epsilon. ഇനി ബാക്കിയുള്ള ഇത് അതുപോലെ എഴുതുവാണ്. ടി ഗിവിംഗ് നം. ഓക്കെ, ഇതെങ്ങനെയാണ് എഴുതിയെന്ന് മനസ്സിലായല്ലോ. നമ്മുടെ സാധാരണ ഡെസ്ക്ടോപ്പ് കാൽക്കുലേറ്റർ ഇതിനകത്ത് നമ്മൾ ചെയ്തിരുന്നത് ഇൻഫിക്സ് നൊട്ടേഷൻസ് ആയിരുന്നു, ഇൻഫിക്സ് കാൽക്കുലേഷൻസ് ആയിരുന്നു. അതിന് നമ്മൾ ലെഫ്റ്റ് റിക്കേർഷൻ ഉള്ളത് കൊണ്ട് ലെഫ്റ്റ് റിക്കേർഷൻ എലിമിനേറ്റ് ചെയ്ത് എഴുതിയതാണിത്. അപ്പൊ ആദ്യത്തേത് ലെഫ്റ്റ് റിക്കേർഷൻ എലിമിനേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇ ഗിവിംഗ് ടി ആർ എന്ന് എടുത്തു. ഓക്കെ, ആ ആർ എന്നുള്ളത് എ ഡാഷിന് പകരം എടുത്ത ഒരു വേരിയബിൾ ആണ് ആർ എന്ന് പറയുന്നത്. സോ ടി ആർ വന്നു. ദെൻ ബാക്കി ആർ ഗിവിംഗ് പ്ലസ് ടി R1 വന്നു. ഓക്കെ, ടി പ്ലസ് ടി ആർ ആണ് വരുന്നത്. ആറ് തന്നെ റൈറ്റ് സൈഡിൽ റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട് R1 എന്ന് കൊടുത്തു. ഇനി അതുപോലെ തന്നെ ഇതിന്റെയും ലെഫ്റ്റ് റിക്കേർഷൻ എലിമിനേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് എന്ത് തന്നെയായിരിക്കും? ഇ ഗിവിംഗ് ടി ആർ എന്ന് തന്നെയായിരിക്കും കിട്ടുന്നത്. ദെൻ അത് ഇവിടെ ഓൾറെഡി ഉള്ളത് കൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടില്ല. ദെൻ അഗെയിൻ മൈനസ് ടി R1 കൊടുത്തു. ദെൻ ആർ ഗിവിംഗ് എപ്സിലോണ്, ടി ഗിവിംഗ് ഇ, ടി ഗിവിംഗ് നം. ഇത്ര എഴുതിയതിൽ ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? ഇല്ല മാം. ഓക്കെ, സോ ഇനി നമ്മൾ ഇതിന്റെ സിമാൻറ്റിക് റൂള് എഴുതാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ സിമാൻറ്റിക് റൂളായിട്ട് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ഇവിടെ ആയിരിക്കും ഈ രണ്ട് കേസസിലാണ് നമുക്ക് ഈ എക്സ്പ്രഷൻ ഇവാലുവേഷൻ വരുന്നത്. ഓക്കെ, കാരണം ഇവിടെയാണ് ഇതൊരു പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ ആണ്, ഇതും ഒരു പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ ആണ്. ഇവിടെ രണ്ടിടത്താണ് നമുക്ക് ഇവാലുവേഷൻ വരുന്നത്. അപ്പൊ ഇവിടുത്തെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് എന്താണ്? ആറിന്റെ വാല്യൂ എന്ന് പറയുന്നത് ടിയുടെ വാല്യൂ എന്നുള്ള രീതിയിലായിരിക്കും
വരുന്നതെന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ അത് എഴുതുന്നത് ഇതിൻ്റെ സിമാൻറ്റിക് റൂള് വരുമ്പോൾ ആർ ഡോട്ട് ഐ ഈക്വൽ ടു ടി ഡോട്ട് വാല്യൂ. ഈ ആറിൻ്റെ ഇൻഹെറിറ്റഡ് വാല്യൂ, ഇതിലേക്ക് കിട്ടേണ്ട വാല്യൂ എന്ന് പറയുന്നത് ടിയിൽ ഇപ്പോൾ എന്ത് വാല്യൂ ആണോ ഉള്ളത് അതാണ് ഇങ്ങോട്ടേക്ക് കിട്ടേണ്ടത്. അതുപോലെ തന്നെ ഇക്കകത്തുള്ള വാല്യൂ, ഇയുടെ വാല്യൂ എന്ന് പറയുന്നത് ആറിൻ്റെ സിന്തസൈസ്ഡ് വാല്യൂ എന്താണോ അതാണ് വരേണ്ടത്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇക്കകത്ത് ഒരു വാല്യൂ കിട്ടും. ഈ ഇക്കകത്ത് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ആറിൻ്റെ വാല്യൂ ആണ് കിട്ടേണ്ടത്. ഈ ആറിന് എവിടെ നിന്ന് വാല്യൂ കിട്ടും? അതിൻ്റെ സിബ്ലിംഗ് ആയിട്ടുള്ള ടിക്കകത്തു നിന്നാണ് വാല്യൂ കിട്ടുന്നത്. ഓക്കെ, ടിക്കകത്തു നിന്ന് വാല്യൂ കിട്ടാൻ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ടിയിലാണ് നമുക്ക് നമ്പർ കിട്ടുന്നത്. നമ്പറിൽ നിന്ന് വേണം നമുക്ക് ഇങ്ങോട്ടേക്ക് വാല്യൂസ് വരാനായിട്ട്. ഇപ്പോൾ ആറിൽ എന്തെങ്കിലും വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ ആ ആറിൻ്റെ വാല്യൂ ടീനെ ഡിപ്പെൻഡ് ചെയ്താണ് വരുന്നത്. ആർ എന്ന് പറയുന്നത് എക്സ്പ്രഷൻ ഇവാലുവേഷൻ ആണ്. അപ്പോൾ ആറിൽ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ ടിയുടെ വാല്യൂ കിട്ടിയാലേ നമുക്ക് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളൊരു എക്സ്പ്രഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഈ രീതിയിൽ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴും നമുക്ക് പ്രീഫിക്സ് നൊട്ടേഷൻ വരുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കാണ് വാല്യൂ പാസ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ആറിൻ്റെ ഇൻഹെറിറ്റഡ് വാല്യൂ എന്ന് പറയുന്നത് ടിയുടെ വാല്യൂ റിസീവ് ചെയ്തു. അതുപോലെ ഇയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ ഉള്ള ആറിൻ്റെ വാല്യൂ ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്ത കേസ്, അടുത്ത പ്രൊഡക്ഷനിൽ വരുമ്പോഴത്തേനും ഇവിടെ നമുക്ക് എക്സ്പ്രഷൻ ഇവാലുവേഷൻ ആണ് വരുന്നത്. അപ്പൊ ഈ R1ലേക്ക് നമുക്കൊരു വാല്യൂ വരണമെങ്കിൽ ആ വാല്യൂ എന്ന് പറയുന്നത് ടിയുടെ വാല്യൂവും ഈ ആറിൻ്റെ വാല്യൂവും കൂടി ആഡ് ചെയ്തിട്ട് വേണം ഈ R1ലേക്ക് വരേണ്ടത്. സോ അപ്പോൾ ഇവിടെ നമ്മൾ എഴുതുന്നത് R1 ഡോട്ട് ഐ ഈക്വൽ ടു ടി ഡോട്ട് വാല്യൂ പ്ലസ് ആർ ഡോട്ട് ഐ. ഓക്കെ, ഇവിടെ ആറിൻ്റെ ഐ വാല്യൂ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആ ആറിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്ത് വന്ന വാല്യൂ ഇപ്പോൾ ഉള്ള ടിയുടെ വാല്യൂവിൻ്റെ കൂടെ ആഡ് ചെയ്ത് അതായിരിക്കണം ഈ R1ൽ ഇൻഹെറിറ്റ് ചെയ്ത് വരേണ്ടത് എന്നുള്ളതാണ് ഈ റൂളിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ R1ലേക്ക് നമുക്കൊരു വാല്യൂ കിട്ടി. ഇനി ഈ വാല്യൂ ആണ് ഈ പുതിയ ആറിനും കിട്ടേണ്ടത്. ഓക്കെ, അപ്പൊ ആറിന്റെ സിന്തസൈസ്ഡ് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കണം? R1ന്റെ ഇൻഹെറിറ്റഡ് വാല്യൂ ആയിരിക്കണം. ഇത് ഇൻഹെറിറ്റഡ് വാല്യൂ ആയിട്ട് കൊടുക്കുക, അതല്ലെങ്കിൽ നമ്മുടെ സിന്തസൈസ്ഡ് വാല്യൂ ആയിട്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല. ആ രീതിയിൽ നമ്മൾ എടുക്കുന്നു. ഇപ്പൊ നമുക്ക് ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. അതായത് നമുക്ക് ആറിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്ത് വന്ന വാല്യൂ, ഓക്കെ, ഇതിൽ ഓൾറെഡി ഒരു വാല്യൂ ഉണ്ട്. ആ വാല്യൂവിന്റെ കൂടെ ടിയുടെ വാല്യൂവും കൂടെ ആഡ് ചെയ്തിട്ട് അത് R1ലേക്ക് വരും. ആദ്യം ഇന്റർമീഡിയറ്റ് ആയിട്ട് ഇവിടെ വന്നതിന് ശേഷം ഇതിൽ നിന്ന് പുറത്ത് പോകുന്ന സമയത്ത് ഈ ആറിലേക്ക് ഈ R1ന്റെ വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്തിട്ട് പോകും. ഓക്കെ, അപ്പൊ ഈ എക്സ്പ്രഷൻ ഇവാലുവേഷനിൽ ഇങ്ങനെ നടക്കും. അത് കഴിഞ്ഞ് ഇതിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് ഇതിൽ കിട്ടുന്ന വാല്യൂ എന്താണോ അത് നമ്മൾ നേരെ ആ പ്രൊഡ്യൂസിങ് വേരിയബിളിലേക്ക് അസൈൻ ചെയ്തിട്ടാണ് പോകുന്നത്. അതാണ് ഈ സിമാൻറ്റിക് റൂളിൽ നമ്മൾ പറയുന്നത്. അടുത്തത് ഈ പ്രൊഡക്ഷനിലും അതുപോലെ തന്നെയാണ്. ഇവിടെയും എന്ത് തന്നെയാണ്? നമുക്ക് മൈനസ് ഓപ്പറേഷൻ ആണ് ചെയ്യാനുള്ളത്. അപ്പൊ ഇവിടുത്തെ മൈനസ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്, സോറി, ഇവിടെ ഇത് ഇ അല്ല, ആറാണേ, സോറി, ആറാണ് വരുന്നത്, A' ആണ് വരുന്നത്, അത് ആറാണ്. സോ അപ്പം ഇവിടുത്തെ വാല്യൂ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതായത് ഈ പുതിയ R1ന്റെ ഇങ്ങോട്ടേക്ക് നമുക്ക് എപ്പോഴും വലത്തോട്ടേക്കാണ് ഡിപ്പെൻഡൻസി വരുന്നത്. സോ അപ്പോൾ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള ആറിന്റെ വാല്യൂ മൈനസ് ടിയുടെ വാല്യൂ എന്നുള്ള രീതിയിൽ. സോ അപ്പം ഇവിടെ സിമാൻറ്റിക് റൂൾ വരുന്ന സമയത്ത് R1 ഡോട്ട് ഇൻഹെറിറ്റഡ് വാല്യൂ ഈക്വൽ ടു R ഡോട്ട് ഐ മൈനസ്, ആറിന് വന്നത് ഇൻഹെറിറ്റ് ചെയ്ത് വന്ന വാല്യൂ ആണ് ആറിന് നിൽക്കുന്നത്. സോ R ഡോട്ട് ഐ മൈനസ് ടി ഡോട്ട് വാല്യൂ. ഓക്കെ, അതൊരു റൂള്. അപ്പൊ ഇവിടെ ഇങ്ങനെയാണ് നമ്മുടെ എക്സ്പ്രഷൻ ഇവിടെ ഇവാലുവേഷൻ നടക്കുന്നത്.
ഇനി ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ ഇരിക്കുന്ന ഇന്റർമീഡിയറ്റ് റിസൾട്ട് നമ്മുടെ R1-ലാണ്. ഈ R1-ലുള്ള വാല്യൂവിനെ R-ലേക്ക് കൊടുത്തിട്ട് വേണം പോകാനായിട്ട്. സോ അപ്പൊ R-ന്റെ സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മളിവിടെ R1-ലുള്ള വാല്യൂ തന്നെ എടുക്കുന്നു. ഡയറക്റ്റ് നമ്മൾ ആ വാല്യൂവിനെ അസൈൻ ചെയ്യുന്നു. അതുകൊണ്ടാണ് അത് സിന്തസൈസ്ഡ് വാല്യൂ ആയിട്ട് കാണിക്കുന്നത്. മറ്റേതെന്ന് പറഞ്ഞാൽ ഇൻഹെറിറ്റ് ചെയ്ത് വരുന്ന വാല്യൂ ആണ്. ഇവിടെ തൊട്ടടുത്ത ആൾക്കാരുടെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന വാല്യൂ ആയതുകൊണ്ട് നമ്മൾ ഇൻഹെറിറ്റഡ് വാല്യൂ ആയിട്ട് എടുക്കുന്നു. ഓക്കെ, ഇനി അടുത്ത പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ആർ ഗിവിംഗ് എപ്സിലോൺ ആണ്. ആർ ഗിവിംഗ് എപ്സിലോൺ വരുന്ന സമയത്ത് അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല, ആറിനകത്തുള്ള വാല്യൂ തന്നെയാണ് ആറിനകത്ത് വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു പോർഷനിലാണ് നമ്മുടെ ഈ ഒരു അസൈൻമെന്റ് നടക്കുന്നത്. അതായത് ആർ ഡോട്ട് ഇൻഹെറിറ്റഡ് വാല്യൂ നമ്മൾ സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ടിലേക്ക് അസൈൻ ചെയ്യുന്നതാണ് ഇവിടെ നടക്കുന്ന പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇവിടെ എല്ലാം ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ടിനെ എസ്സിലേക്ക് അസൈൻ ചെയ്യുന്നതാണ് ആർ ഗിവിംഗ് എപ്സിലോൺ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഈ എസ് ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഐയിലുള്ളതും എസ്സിലുള്ളതും സെയിം വാല്യൂ ആയിട്ട് മാറുവാണ് ഇവിടെ. അപ്പൊ നമ്മൾ ഇവിടുന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ആർ ഡോട്ട് എസ് ഈക്വൽ ടു R1.S എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ഉള്ള വാല്യൂ തന്നെയാണ് ഈ എസ്സിലേക്ക് അതിന് കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്തത് ടി ഗിവിംഗ് ഇ ആണ്. ടി ഗിവിംഗ് ഇ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് വേറെ ഇവാലുവേഷനും കാര്യങ്ങളും ഒന്നും തന്നെ വരുന്നില്ല, ഡിപ്പെൻഡൻസിയും വരുന്നില്ല. ജസ്റ്റ് ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇയുടെ വാല്യൂ തന്നെ അസൈൻ ചെയ്യുന്നു എന്ന് മാത്രം. ഓക്കെ, അതുപോലെ തന്നെ ടി ഗിവിംഗ് നം എന്ന് പറയുന്നത്, ടി ഗിവിംഗ് നം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഡിജിറ്റ് എന്നുള്ളതാണ് നമ്മൾ യൂസ് ചെയ്തത്, അവിടെ ലെക്സ് വാല്യൂ യൂസ് ചെയ്തു. അതുപോലെ നമുക്കിവിടെ ടി ഡോട്ട് വാല്യൂ ഈക്വൽ ടു നം ഡോട്ട് വാല്യൂ എന്ന് തന്നെ കൊടുക്കാം. നമ്പറിൽ എന്ത് വാല്യൂ ആണോ കിട്ടുന്നത് ആ വാല്യൂവിനെ ടിയിലേക്ക് അസൈൻ ചെയ്യുക. ഓക്കെ, സോ അപ്പം ഇതെന്ന് പറയുന്നത് നമ്മുടെ ഡെസ്ക്ടോപ്പ് കാൽക്കുലേറ്ററിന്റെ തന്നെ, ഡെസ്ക്ടോപ്പ് കാൽക്കുലേറ്ററിൽ നമ്മൾ യൂസ് ചെയ്തത് ഇൻഫിക്സ് നൊട്ടേഷൻസ് ആയിരുന്നു. ആ ഇൻഫിക്സിനെ നമ്മൾ പ്രീഫിക്സ് ആക്കി മാറ്റി. എങ്ങനെയാണ് പ്രീഫിക്സ് ആക്കിയത്? ആ ഗ്രാമറിൽ ഉണ്ടായിരുന്ന ലെഫ്റ്റ് റിക്കർഷൻ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് പ്രീഫിക്സ് ആണ് കിട്ടുന്നത്. സോ അതിന്റെ പ്രീഫിക്സ് എഴുതുന്നത് നമ്മളിപ്പോൾ ഈ റൂൾസ് എഴുതാനുള്ള ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ താഴെയായിട്ട് എഴുതി പോയിരിക്കുന്നത്. ആക്ച്വലി ഇവിടെ ടി കാണുന്ന സമയത്ത് അപ്ലൈ ചെയ്യുന്ന റൂളാണ് ഇതെന്ന് പറയുന്നത്. ആർ ഡോട്ട് ഐ ഈക്വൽ ടു ടി ഡോട്ട് വാല്യൂ എന്നുള്ള റൂൾ അപ്ലൈ ചെയ്യും. അടുത്ത ആറ് കാണുമ്പോൾ ഇ ഡോട്ട് വാല്യൂ ഈക്വൽ ടു ആർ ഡോട്ട് എസ് എന്നുള്ള അപ്ലൈ ചെയ്യും. ദെൻ അതുപോലെ തന്നെ പ്ലസ് TR1 എന്ന് പറയുമ്പോഴത്തേന് ഇവിടെ ഒരു പ്രീഫിക്സ് നൊട്ടേഷൻ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അപ്പം R1-ന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള ആറിന്റെ വാല്യൂവും ടിയുടെ വാല്യൂവും തമ്മിൽ ആഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ്. അതുപോലെ മൈനസ് TR1 എന്ന് പറയുമ്പോഴത്തേന് ഈ R1-ന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ ടിയുടെ വാല്യൂന്ന് ആറിന്റെ വാല്യൂ ആറിന്റെ വാല്യൂന്ന് ടിയുടെ വാല്യൂ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് R1-ന്റെ വാല്യൂ എന്ന് പറയുന്നത്. ദെൻ ആർ ഗിവിംഗ് എപ്സിലോൺ എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഈ ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ടിൽ എന്ത് വാല്യൂ കിട്ടിയോ അതിനെ തന്നെ സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ടിലേക്ക് നമ്മൾ അസൈൻ ചെയ്യുന്നു. ദെൻ ടി ഗിവിംഗ് ഇ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഒക്കെ ചെയ്തതുപോലെ തന്നെ ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇയുടെ വാല്യൂ ആയിട്ട് എടുക്കുന്നു. ടി ഗിവിംഗ് നം എന്ന് പറയുന്നത് ടി ഡോട്ട് വാല്യൂ ഈക്വൽ ടു നം ഡോട്ട് വാല്യൂ. ഓക്കെ, അപ്പൊ ഈ റൂളിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇനി അടുത്ത് എക്സ്പ്രഷൻ ഇവാലുവേഷൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത് നമ്മളൊരു എക്സ്പ്രഷൻ ഇവാലുവേഷൻ ചെയ്യാൻ പോവാണ്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന എക്സ്പ്രഷൻ ആണ് 9 മൈനസ് 5 പ്ലസ് 2. 9 മൈനസ് 5 പ്ലസ് 2. അപ്പോൾ ഈ ഗ്രാമർ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇതിനെ ആദ്യം പാഴ്സ് ട്രീ വരയ്ക്കുവാണ്. സ്റ്റാർട്ടിങ് സിമ്പിള് ഇയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനെ നമുക്ക് TR ആയിട്ട് മാറ്റാം. ഇ ഗിവിംഗ് TR ആണ് നമുക്കുള്ള പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് അതിനെ TR ആക്കി മാറ്റുകയാണ്. TR. ഓക്കെ, ദെൻ ആറിനെ വീണ്ടും മൈനസ് TR ആക്കുക.
ആറിനെ വീണ്ടും മൈനസ് ടി ആർ ആക്കുന്നു, മൈനസ് ടി ആർ. അഗെയിൻ വീണ്ടും ആറിനെ പ്ലസ് ടി ആർ ആക്കി മാറ്റുന്നു, പ്ലസ് ടി ആർ. ദെൻ ഇതെന്ന് പറയുന്നത് ടി എന്ന് പറയുന്നത് നം ആവുന്നു, ഇവിടുത്തെ ടിയും നം ആവുന്നു, ഈ ടിയും നം ആവുന്നു. അവസാനം ആർ ഗിവിങ് ഇത് എപ്സിലോൺ ആയിട്ട് മാറുന്നു. ഇങ്ങനെയാണ് നമ്മുടെ പാഴ്സ് ട്രീ വരുന്നത്. ഓക്കെ, ഇനി ഈ പാഴ്സ് ട്രീയെ നമ്മൾ അനോട്ടേറ്റ് ചെയ്യാൻ പോവാണ്. 9 - 5 + 2 ഇതെങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്ത് നോക്കുന്നത്. സോ അപ്പം നമുക്കറിയാം നമുക്ക് ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് ഇവിടെ ടോപ്പ് ഡൗൺ ആണ് ചെയ്യുന്നത്. സോ ടോപ്പിൽ നിന്ന് ഡൗണിലേക്ക് വരികയാണ്. അപ്പൊ ഇവിടുന്ന് വരുമ്പോഴത്തേനും ഈ ടിക്ക് വാല്യൂ കിട്ടിയാലേ അത് നമുക്ക് ആറിലേക്ക് കൊടുത്തിട്ട് ബാക്കി ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ടിയുടെ വാല്യൂ എന്ത് കിട്ടണം? ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് നമ്മിന്റെ വാല്യൂ ആണ്. അത് ലാസ്റ്റ് റൂളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ അപ്പൊ ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് നമ്മിന് എന്താണോ വാല്യൂ അതാണ്. അപ്പൊ നമ്മിന്റെ വാല്യൂ എന്താണ്? നമ്മൾ ആദ്യം ഇവിടെ കൊടുക്കുന്ന ഈ 9 ആയിരിക്കും നമ്മിന്റെ വാല്യൂ. സോ ആ 9 തന്നെയായിരിക്കും ഇവിടെ നമുക്ക് ടിയുടെ വാല്യൂ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, സോ അപ്പം ഡിപ്പെൻഡൻസി വരുന്നത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഡിപ്പെൻഡൻസി വന്നു. ഇനി അടുത്ത ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് പോകുന്നത്, അല്ലെ? അപ്പൊ ആറിന്റെ ഇൻഹെറിറ്റഡ് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ടിയുടെ വാല്യൂ തന്നെയായിരിക്കണം വരേണ്ടത്. സോ അപ്പം ആർ ഡോട്ട് ഐ ഈക്വൽ ടു എന്ത് വരും? ഈ ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് 9, അത് തന്നെയായിരിക്കും നമുക്ക് ആറിന്റെ വാല്യൂ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇനി ഈ എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്യണം, അതാണ് നമുക്ക് ഇനി അടുത്ത് ചെയ്യാനുള്ളത്. പക്ഷെ ഈ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ടിയിലേക്ക് വാല്യൂ കിട്ടണം. ടിയിലേക്ക് വാല്യൂ കിട്ടാനായിട്ട് ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഈ നമ്മിന്റെ വാല്യൂ എന്താണോ അത് തന്നെയാണ് ഇവിടെ വരേണ്ടത്. നമ്മിന് ഇനി അടുത്ത് രണ്ടാമത്തെ വാല്യൂ ആണ് വരുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു 5. സോ ഇവിടെ ടിയുടെ വാല്യൂ എന്ന് പറയുന്നതും 5 ആയിരിക്കും കിട്ടുന്നത്. സോ അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഡിപ്പെൻഡ് ചെയ്ത് വരുന്നു. ഓക്കെ, ദെൻ ഈ വാല്യൂ ഇങ്ങോട്ടേക്ക് നമ്മൾ പാസ് ചെയ്യുന്നു. ഈ വാല്യൂവും കൂടെ ചേർന്നാണ് ഈ ആറിന്റെ വാല്യൂ വരുന്നത്. ഇവിടെ ഈ ആറിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ആർ ഡോട്ട് ഐ ഈക്വൽ ടു ആർ ഡോട്ട് ഐ മൈനസ് ടി ഡോട്ട് വാല്യൂ ആണ് വരേണ്ടത്. ഓക്കെ, വിച്ച് ഈസ് 9 - 5. 9 - 5 4 എന്നുള്ള വാല്യൂ ആണ് ഇവിടുത്തെ ആറിന് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി ഈ ആറിന്റെ വാല്യൂ തന്നെയാണ് ഇവിടുത്തെ ആറിലേക്ക് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നത്. അത് പാസ് ചെയ്യുന്നു. ദെൻ ഇനി ഇവിടെ ഒരു ഇവാലുവേഷൻ ആണ് നടത്തേണ്ടത്. ഈ ഇവാലുവേഷന് നേരത്തെ പറഞ്ഞ പോലെ ടിക്ക് ഒരു വാല്യൂ വേണം. ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് നമ്മിന്റെ വാല്യൂ തന്നെയാണ്. നമ്മിന്റെ വാല്യൂ നമുക്ക് അവസാനം കിട്ടുന്നത് 2 ആണ്. അപ്പൊ ഈ 2 ഇങ്ങോട്ടേക്ക് പാസ് ചെയ്തു, ഡിപ്പെൻഡൻസി ഇവിടുന്ന് അങ്ങോട്ടേക്ക് വന്നു. ഓക്കെ, ദെൻ ഈ ടിയുടെ വാല്യൂവിനെ ഇങ്ങോട്ടേക്കും കൂടി പാസ് ചെയ്ത് കൊടുത്തു. അപ്പൊ ആറിന്റെ ഐ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഈ ആറിനകത്തുനിന്ന് ആ ആറിന്റെ വാല്യൂവിന്റെ കൂടെ ഈ ടിയുടെ വാല്യൂവും കൂടെ ആഡ് ചെയ്ത് വരുന്നതാണ് ഇവിടുത്തെ ആറിന്റെ വാല്യൂ എന്ന് പറയുന്നത്. സോ അപ്പോൾ 4 + 2 6 ആണ് നമുക്ക് അവിടെ ആറിന്റെ വാല്യൂ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ബോട്ടം നോഡ്, ഏറ്റവും ബോട്ടം നോഡ് എന്ന് പറയുന്നത് ഇനി അടുത്ത് ഈ എപ്സിലോണിലേക്കാണ് വരുന്നത്. ഈ എപ്സിലോണിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? ഈ ആറിനകത്ത് തന്നെയാണ് ആ വാല്യൂ നിൽക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. സോ അപ്പൊ ഫൈനലി നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ആർ ഡോട്ട് ഐ ഈക്വൽ ടു 6. ഈ എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിന്റെ വാല്യൂ 6 എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്നത് റിസൾട്ട്. സോ അപ്പൊ ഇതാണ് ടോപ്പ് ഡൗൺ ഇവാലുവേഷൻ ഓഫ് എൽ ആട്രിബ്യൂട്ടഡ് ഡെഫിനിഷൻ. ടോപ്പ് ഡൗൺ ഇവാലുവേഷൻ ആണ് നമ്മൾ ചെയ്തത്.
എൽ ആട്രിബ്യൂട്ടഡ് ആയതുകൊണ്ട് അതിന് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് റൈറ്റ് സൈഡിലേക്ക് ഡിപ്പെൻഡൻസി വരുന്നത്. ഓക്കെ, ഇതിനനുസരിച്ചാണ് നമുക്ക് ഈ കിട്ടുന്ന ഇതിങ്ങനെ കിട്ടാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ സിമാൻറ്റിക് റൂള് നേരത്തെ എഴുതിയത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇപ്പൊ ഈ ഇവാലുവേഷൻ ചെയ്തതെല്ലാം തന്നെ നമ്മൾ പറഞ്ഞ ഈ സിമാൻറ്റിക് റൂൾസിനെ ബേസ് ചെയ്തിട്ടാണ്. അത് ടോപ്പ് ഡൗൺ ഇവാലുവേഷൻ ആണ്. ഇനി അടുത്ത് നമ്മൾ എസ് ആട്രിബ്യൂട്ടിന് ചെയ്തതുപോലെ തന്നെ ബോട്ടം അപ്പ് ഇവാലുവേഷനും കൂടി പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സോ അപ്പം നമുക്ക് എൽ ആട്രിബ്യൂട്ടഡ് ഡെഫിനിഷൻ ആവണമെങ്കിൽ ഏതൊരു സിമ്പലിന്റെയും ഇൻഹെറിറ്റഡ് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള സിമ്പലിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്ത് വരാൻ പാടുള്ളൂ. നമ്മൾ ഇങ്ങനെ ഒരു ഡെസ്ക്ടോപ്പ് കാൽക്കുലേറ്റർ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് അങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ നേരത്തെ ഡെസ്ക്ടോപ്പ് കാൽക്കുലേറ്റർ ചെയ്തത് എസ് ആട്രിബ്യൂട്ടഡ് ഡെഫിനിഷനിലാണ് ചെയ്തത്. അപ്പൊ സിന്തസൈസ്ഡ് വാല്യൂസിന് എങ്ങനെ വന്നാലും പ്രോബ്ലം ഒന്നുമില്ല, അതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ അതിന് നമുക്ക് പ്രീഫിക്സ് നൊട്ടേഷനിലോ ഇൻഫിക്സിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിനെ പ്രീഫിക്സിലേക്ക് മാറ്റുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഈ ലെഫ്റ്റ് റിക്കർഷനെ എലിമിനേറ്റ് ചെയ്യണം. അപ്പൊ ആ എലിമിനേറ്റ് ചെയ്ത് കിട്ടിയതാണ് ഈ സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എഴുതിയതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. നമ്മൾ ഓൾറെഡി പഠിച്ച ലെഫ്റ്റ് റിക്കർഷൻ എലിമിനേഷൻ ആണ് ഈ എഴുതിയിരിക്കുന്നത്. ദെൻ അതിനുശേഷം ഓരോന്നിനെ അസോസിയേറ്റ് ചെയ്ത് നമ്മൾ സിമാൻറ്റിക് റൂൾസ് എഴുതിയിരിക്കുകയാണ്. അതായത് ഈ ആറിന്റെ വാല്യൂ എന്ന് പറയുന്നത്, ആറിന് ഇൻഹെറിറ്റഡ് വാല്യൂ ആണ് കിട്ടുന്നത്. ഇതിലേക്ക് വരുന്ന വാല്യൂ എന്ന് പറയുന്നത് ഈ ടിയുടെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്താണ് വരുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ദെൻ ഇ ഡോട്ട് വാല്യൂ എന്ന് പറയുന്നത് ആർ ഡോട്ട് വാല്യൂ ആണ് വരേണ്ടത്. ഇവിടെ നമ്മൾ ഈ റൂൾ എഴുതിയത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. ഇവിടെ നമുക്ക് ആറിൽ ഒരു വാല്യൂ കിട്ടണം. ഈ വാല്യൂ എവിടുന്നേ കിട്ടാൻ പറ്റത്തുള്ളൂ, ഇവിടുന്നേ കിട്ടാൻ പറ്റത്തുള്ളൂ. അതിന്റെ തൊട്ടടുത്ത സിബ്ലിംഗ് ആയിട്ടുള്ള ലെഫ്റ്റ് സൈഡിലെ സിബ്ലിംഗ് ആയിട്ട് മാത്രമേ നമുക്ക് കിട്ടാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഇവിടേക്ക് കിട്ടണമെങ്കിൽ പാരന്റിൽ നിന്നാണ് കിട്ടുന്നത്. ഈ പാരന്റിൽ നിന്ന് കിട്ടിയത് എങ്ങനെയായിരുന്നു, അതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ r1.i ഈക്വൽ ടു ടി ഡോട്ട് വാല്യൂ പ്ലസ് ആർ ഡോട്ട് ഐ. സോ r.s ഈക്വൽ ടു r1.s. ഇങ്ങനെയാണ് നമ്മൾ സിമാൻറ്റിക് റൂൾസ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദെൻ അതിനെ നമ്മൾ ഒരു എക്സ്പ്രഷൻ വെച്ച് ഇവാലുവേറ്റ് ചെയ്യുകയാണ്. ടോപ്പ് ഡൗൺ അപ്രോച്ചിൽ ഇവാലുവേറ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ആദ്യം പാഴ്സ് ട്രീ കൺസ്ട്രക്ട് ചെയ്തു. പാഴ്സ് ട്രീ കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്താലും ഇവാലുവേഷൻ വരുന്നത് ഇവിടെ മുതലാണ്. നമുക്ക് സ്റ്റാർട്ട് സിമ്പലിൽ ഇവാലുവേഷൻ വരുന്നില്ല, ടോപ്പിൽ നിന്ന് ഡൗണിലേക്കാണ് പോകുന്നത്. അപ്പൊ ഈ ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് ആറിന്റെ വാല്യൂയിലേക്ക് കൊടുക്കാനുള്ള വാല്യൂ ആണ്. അപ്പൊ നമുക്ക് ടിയിലേക്ക് ഒരു വാല്യൂ കിട്ടണം. അത് എവിടെ നിന്ന് കിട്ടും, നമ്മിൽ നിന്നാണ് കിട്ടുന്നത്. സോ അപ്പൊ ഇവിടെ നിന്നുള്ള 9 നേരെ ടി ഡോട്ട് വാല്യൂയിലേക്ക് എടുത്തു, അതിന് നേരെ ആർ ഡോട്ട് ഐയിലേക്ക് പാസ് ചെയ്തു. സോ അതാണ് ഇവിടെ 9 ആയിട്ട് കിട്ടിയത്. ദെൻ ആ 9 എന്നുള്ള വാല്യൂവിനെയാണ് താഴേക്ക് കൊടുക്കുന്നത്. താഴേക്ക് കൊടുക്കുന്നത് എങ്ങനെയാണ് കൊടുക്കുന്നത്, ആ ആറിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ ആറിന്റെ വാല്യൂ മൈനസ് ടിയുടെ വാല്യൂ എന്നുള്ളതാണ്. അത് നമുക്ക് ഓൾറെഡി നമ്മുടെ സിമാൻറ്റിക് റൂളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ 4, ഇവിടെ നമുക്ക് ആറിന്റെ വാല്യൂ കിട്ടണമെങ്കിൽ ഈ ടിക്ക് ഒരു വാല്യൂ വരണം. അത് ഇവിടെ നിന്ന് നമ്മൾ നമ്മിൽ നിന്ന് എടുക്കുകയാണ് 5. സോ 9 മൈനസ് 5 ആണ് ഇവിടുത്തെ ആറിന്റെ വാല്യൂ ആയിട്ട് കിട്ടുന്നത്. ദെൻ ഈ ആറിന്റെ വാല്യൂ അടുത്ത ആറിന്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. സോ അപ്പം ഇവിടെയും നമുക്ക് എന്ത് വരണം, ഈ ആറിന്റെ വാല്യൂ പ്ലസ് ടിയുടെ വാല്യൂ ആണ് വരുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ടിയുടെ വാല്യൂ അറിയണം. അത് 2, ഇവിടെ നിന്നുള്ള 2 എടുത്തു. ദെൻ അത് പ്ലസ് ഈ 4 ചെയ്യുമ്പോൾ 6 എന്നുള്ള വാല്യൂ കിട്ടി. ആ 6 ആണ് നമുക്ക് അവസാനം ചൈൽഡ് നോഡില്, അതായത് ബോട്ടം നോഡില് കിട്ടുന്നത്. അതാണ് നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഒരുവിധം ക്ലിയർ ആയോ എല്ലാവർക്കും? ഞാൻ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അതായത് പ്രീഫിക്സ് ഇവാലുവേഷന് വേണ്ടിയിട്ടുള്ള സിമാൻറ്റിക് റൂൾ എഴുതി എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ ഇതാണ് എഴുതേണ്ടത്. റൈറ്റ് ഡൗൺ ദിസ് എൽ ആട്രിബ്യൂട്ടഡ് ഡെഫിനിഷൻ ഫോർ പ്രീഫിക്സ് ഇവാലുവേഷൻ. പ്രീഫിക്സ് ഇവാലുവേഷന്റെ സിൻടാക്സ് ഡയറക്ടർ ഡെഫിനിഷൻ എഴുതുകയെന്നോ അതോ എല്ലാ ആട്രിബ്യൂട്ടഡ് ഡെഫിനിഷൻ എഴുതുകയെന്നോ അങ്ങനെ എന്തോ ആയിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ